നിങ്ങൾ യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളായിരുന്നോ റിനി? അതായത് ഈ നേതാവുമായിട്ട് റിനിക്കൊരു സൗഹൃദം ഉണ്ടായിരുന്നോ? ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്നല്ലോ, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണല്ലോ ഈ രീതിയിൽ വരുന്നത്. മീൻസ് ഞാൻ ഉദ്ദേശിച്ച ആദ്യമേ തന്നെ ഇത് തുടങ്ങി, പക്ഷെ എന്നാലും പിന്നീട് ആ രീതിയിലല്ല എന്നെല്ലാം പറഞ്ഞ് വീണ്ടും സൗഹൃദത്തിന് ശ്രമിക്കുകയും വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാൻ ഇന്നലെ ഈ വിഷയത്തെക്കുറിച്ച് എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. എനിക്ക് അതിൽ കൂടുതൽ ഇനി ഒന്നും പറയാനില്ല. എനിക്ക് ഇവിടെ പറയാനുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ സൈബർ അറ്റാക്ക് ആണ്, ഇപ്പൊ നടക്കുന്ന സൈബർ അറ്റാക്ക്. പിന്നെ വേറൊരു വിഷയം എന്താന്ന് വെച്ചാൽ, ചില പെൺകുട്ടികൾ എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്യുകയും എൻ്റെ അടുത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഐ മീൻ ആ രീതിയിൽ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് ഇതേ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങൾ ഇയാളിൽ നിന്ന് ഫേസ് ചെയ്തു, ഇയാളൊരു ക്രിമിനൽ ആണ് എന്ന തരത്തിൽ വരെ എന്നോട് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പാലക്കാട് നിന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ രാജി ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള ചില റൂമറുകളൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ സ്ഥിരീകരിച്ചിട്ടില്ല, അത് സ്ഥിരീകരിക്കേണ്ടതാണ്. താങ്കളുടെ വെളിപ്പെടുത്തൽ കൊണ്ടൊരു ജനപ്രതിനിധി രാജിവെക്കുന്ന അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് റിനി? അതിനെക്കുറിച്ച് എനിക്കറിയില്ല, എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ കാര്യങ്ങൾ എനിക്കറിയില്ല. അത് അതായത് ഞാൻ എന്റെ ഭാഗം അയാൾക്കെതിരെ ഒരു നടപടി ആവശ്യമാണ് എന്നാണോ റിനി ഇപ്പോഴും കരുതുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അയാൾ അർഹനല്ല, രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പോലും അർഹനല്ല എന്നുള്ളതാണ്.